ഹലോ. 2 ദിവസം മുമ്പ് SSC CGL 2025 ഫൈനൽ റിസൾട്ട് വന്നിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഉടനെ തന്നെ CGL റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ കുറച്ചധികം സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. അതായത് നമ്മുടെ സ്റ്റുഡൻസിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഒരുപാട് പേര് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഈ റിസൾട്ടിനെ കണ്ടത്. അപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ട്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അവർക്ക് അവരുടെ മാർക്കിനെ പറ്റിയുള്ള കൺസേൺസ്, അതുപോലെ അവർക്ക് കിട്ടിയ പോസ്റ്റിനെ പറ്റിയുള്ള കൺസേൺസ്, ഇങ്ങനെ ഒരുപാട് കൺസേൺസ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഞാൻ കേൾക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് പ്രത്യേകിച്ചും തോന്നി. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു കാര്യം നിങ്ങളെല്ലാവരും അറിയുന്നുണ്ടാവും. SSC CGL ഒരു സ്കാമാണോ ഇപ്പോൾ നടക്കുന്നത്? പലർക്കും പലതരത്തിലുള്ള സംശയങ്ങൾ, പലതരത്തിലുള്ള പല ചാനൽസിലും, പല യൂട്യൂബ് ചാനൽസിലും, പല ടെലിഗ്രാം ചാനൽസിലും ഒക്കെ പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ സർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് ഒരുപാട് പേർക്കും സംശയമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കൺസേൺ? എൻ്റെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും SSC പരീക്ഷകളെ സംബന്ധിച്ച് കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യാനും, എന്താണ് അതിൻ്റെ ഒരു ഫാക്റ്റ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ഇതിൻ്റെ കൺസേൺസ് ആവേണ്ടത്, ചില കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ചില കാര്യങ്ങളാണോ, അല്ലെങ്കിൽ റിയൽ കൺസേൺ ആണോ, തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പരീക്ഷകളെ പറ്റി നമുക്കറിയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പരീക്ഷകളൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോസസ്സുകളെല്ലാം സ്മാർട്ടായിട്ട് തന്നെ നടക്കുന്നു. എന്നിരുന്നാൽ പോലും പല വർഷങ്ങളിലും ചെറിയ കുറേ പ്രോബ്ലംസ് വരുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഈ കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ടും നോർമലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പലതരത്തിലുള്ള പല കൺസേൺസും ഉണ്ടായിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കൺസേൺസ് എല്ലാം ഒരു തരത്തിലും അഡ്രസ്സ് ചെയ്യാതെയാണ് ഒരുപക്ഷെ SSC പോയത്. അടുത്ത സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്ത് മറ്റൊരു മാറ്റം വരുത്തി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതിൻ്റെ പ്രത്യേകിച്ച് കാര്യം, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ചും നമ്മുടെ സ്റ്റുഡൻസ് പലർക്കും ഫേസ് ചെയ്യുന്നു. പലരും വളരെ സീരിയസ് ആയിട്ട് ഒരു സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എടുക്കുന്ന അതേ സീരിയസ്നെസ്സോടുകൂടിയാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെയുള്ള SSC CGL പരീക്ഷയെ കാണുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ വളരെ ഡെസ്പായി, വളരെയധികം വേദനിച്ചിരിക്കുന്ന ഒരു ദിവസമാണെന്ന് ഞാൻ പ്രത്യേകിച്ചും മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് സ്റ്റുഡൻസുമായിട്ട് ഞാൻ ഡയറക്റ്റ്ലി സംസാരിക്കുകയും ഇൻട്രാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. മാത്രമല്ല, കുറേ ഇൻഫർമേഷൻ നിങ്ങൾ പലരും ഇപ്പം തന്നെ കേട്ടിട്ടുണ്ടാവും. പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും, പലതരത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പലയിടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഒന്നാമത്തെ ഇഷ്യൂ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞോട്ടെ. ഹൈ കട്ട് ഓഫ് ആണ് ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത്. അത് വളരെ വലിയൊരു കൺസേൺ ആയിട്ട് പലരും പറയാറുണ്ട്. പ്രത്യേകിച്ചും 2024 പരീക്ഷ CGLൻ്റെ ടയർ 1 വന്നപ്പോൾ തന്നെ ഹയർ കട്ട് ഓഫ് ആയിരുന്നു. ഏകദേശം 153 എന്തോ ആയിരുന്നു ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ആയിട്ട് വന്നത്. അത് വേക്കൻസി വളരെ കൂടിയിട്ടും ഇത്രയും വലിയൊരു കട്ട് ഓഫ് വന്നത് വളരെ സംശയത്തോടെയാണ് ആ സമയത്ത് കണ്ടത്. മാത്രമല്ല, ആ സമയത്തും ഇതൊരു വലിയ സ്കാം ആണോ എന്ന രീതിയിലുള്ള ന്യൂസുകൾ പലരും പറയുകയും അതിനെ വളരെ സീരിയസ് ആയിട്ട് മുമ്പോട്ട് ഇപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങിയാൽ മനസ്സിലാക്കാവുന്നുള്ളൂ. അതിനുശേഷം വീണ്ടും ടയർ 2 വന്നപ്പോൾ വീണ്ടും ഹയർ കട്ട് ഓഫ്, വളരെ വലിയൊരു കട്ട് ഓഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഒരു 300-320 റേഞ്ചിൽ ഒരു കട്ട് ഓഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. എങ്കിൽ കൂടി അതിന് മുകളിൽ ഒരു 335+ അല്ലെങ്കിൽ 335 വരുന്ന മാർക്കായിരുന്നു ഏറ്റവും മിനിമം പോസ്റ്റിന് പോലും വേണ്ട വന്നിരുന്ന ഒരു കട്ട് ഓഫ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹൈ കട്ട് ഓഫ് ഉണ്ടാവാൻ കാരണം എന്താണ്? തീർച്ചയായിട്ടും നമുക്കറിയാം, വലിയൊരു കട്ട് ഓഫ് ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ കട്ട് ഓഫിനെ ഉറപ്പായിട്ടും ബാധിക്കുന്ന എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന് വേക്കൻസിയുമായിട്ട് ഡയറക്റ്റ്ലി കട്ട് ഓഫ് തീർച്ചയായിട്ടും ബന്ധപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ കണ്ടക്ട് ചെയ്യുന്ന എക്സാം ലെവൽ, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്താൽ, ഇപ്പോൾ വേക്കൻസിയുടെ കേസ് നോക്കിയാൽ, വേക്കൻസി ലാസ്റ്റ് ഇയർ നടത്തിയതിനേക്കാളും ഇരട്ടിയോളം വേക്കൻസീസ് ഉണ്ട്. 18,000 വരുന്ന വേക്കൻസീസ് ഈ വർഷത്തെ SSC CGL പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വേക്കൻസി വളരെ കൂടുകയാണ് ഉണ്ടായത്. അതേസമയം എക്സാം ലെവലിൻ്റെ കാര്യം ചോദിച്ചാൽ, എക്സാം ലെവലിലും കഴിഞ്ഞ ലാസ്റ്റ് 2-3 വർഷങ്ങളെ വെച്ച് കമ്പയർ ചെയ്താൽ എക്സാം ലെവലിന് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടെന്ന് നമുക്ക് പറയാനില്ല. ഈ രണ്ട് ഫാക്ടേഴ്സും ഒരേപോലെ നിൽക്കുമ്പോൾ തന്നെ ഹയർ കട്ട് ഓഫ് എന്തുകൊണ്ടാണ് ഹയർ കട്ട് ഓഫ് വന്നത്? വേക്കൻസി കൂടുതലായിരുന്നു, എക്സാം ലെവലിൽ കാര്യമായ മാറ്റമില്ല. പിന്നീട് എപ്പോഴും പറയുന്നു, ഓരോ വർഷം കൂടുമ്പോഴും കോമ്പറ്റീഷൻ കൂടി വരും. തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാർ SSC പരീക്ഷകളെ പറ്റി അവെയർ ആവുകയും, അതുപോലെ തന്നെ റിപ്പീറ്റേഴ്സിന് വളരെ വലിയൊരു റോളുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ CGL പരീക്ഷ എഴുതിയ പല ആൾക്കാരും ബെറ്റർ പോസ്റ്റിന് വേണ്ടി, അല്ലെങ്കിൽ നല്ലൊരു പോസ്റ്റ് കിട്ടാൻ വേണ്ടി, ഹയർ പേ ലെവൽ വരുന്ന അവർ ഇഷ്ടപ്പെടുന്ന പോസ്റ്റ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ സ്ഥലങ്ങൾ അവർ വർക്ക് ചെയ്യുന്ന പ്ലേസ് ചേഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവർ വീണ്ടും പരീക്ഷ എഴുതാറുണ്ട്. അത് വലിയൊരു റോൾ തീർച്ചയായിട്ടും ഹയർ കട്ട് ഓഫ് ഉണ്ടാവാൻ ഉള്ള ഒരു കാരണം തന്നെയാണ്. കാരണം അതൊരു ട്രെൻഡായിട്ട് തന്നെ ബെറ്റർ പോസ്റ്റിന് വേണ്ടി പലരും വെറുതെ പരീക്ഷ എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊരു റീസണാണ്, ഹയർ കട്ട് ഓഫ് വരാനുള്ള ഒരു റീസൺ. കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ റിപ്പീറ്റേഴ്സ് ആണ്. പിന്നീട് ഈ പറയുന്ന നോർമലൈസേഷൻ, ഇപ്പോൾ നടന്ന നോർമലൈസേഷൻ പ്രോസസ്സ്, ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ ടയർ 2 പരീക്ഷ വന്നപ്പോൾ സംഭവിച്ച ഒരു നോർമലൈസേഷൻ പ്രോസസ്സ്, അല്ലെങ്കിൽ കടന്ന മാർക്കിലുണ്ടായ ഒരു ചേഞ്ച്, ഈ ഒരു ചേഞ്ച് ഹയർ കട്ട് ഓഫ് വന്നതിനൊരു കാരണമാണ്. മാത്രമല്ല, ഞാൻ പ്രത്യേകിച്ച്
പ്രത്യേകിച്ചും പറയുന്ന ഈ നോർമലൈസേഷൻ പ്രോസസ്സ് ഇപ്പോൾ സംഭവിച്ചതനുസരിച്ചിട്ട് ഒരുപാട് പേർക്ക് മറ്റ് വലിയ രീതിയിലുള്ളൊരു ചേഞ്ച് ഉണ്ടാവുകയും ചിലർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടാനൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ചിലർക്ക് അവർ ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റാതിരിക്കുകയൊക്കെ ചെയ്തു. ചിലർക്ക് ഒരു ലക്ക് എന്ന രീതിയിൽ നോർമലൈസേഷൻ അവരെ ചിലപ്പം കുറച്ച് രീതിയിൽ ഹെൽപ്പ് ചെയ്തു. നോർമലൈസേഷൻ മാത്രമല്ല, മറ്റു പല ഫാക്ടേഴ്സും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ പറഞ്ഞതാണ്, നോർമലൈസേഷനും ഈ ഒരു കാര്യമാണ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പം SSCയുടെ ഏറ്റവും പ്രൈം എക്സാം ആയിട്ട് നമുക്ക് കരുതാൻ പറ്റുന്ന SSC CGL ഈ പരീക്ഷയ്ക്ക് നോർമലൈസേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏകദേശം ഒരു 1,70,000-80,000 ആൾക്കാർ മാത്രം എഴുതുന്ന ഒരു പരീക്ഷയാണ് ടയർ 2 അല്ലെങ്കിൽ മെയിൻസ് എക്സാം എന്ന് പറയുന്നത്. അത് 2 ദിവസങ്ങൾ, മെയിൻലി 2 ദിവസങ്ങൾ, 18-ാം തീയതി 20-ാം തീയതി, ഇങ്ങനെ 2 ദിവസങ്ങളിലായിട്ടാണ് ആ എക്സാം കണ്ടക്ട് ചെയ്തത്. അത് ഒരൊറ്റ ദിവസം കൊണ്ട് കണ്ടക്ട് ചെയ്തായിരുന്നെങ്കിൽ ഈ നോർമലൈസേഷൻ്റെ പ്രോസസ്സിന് കാര്യമായ പ്രശ്നങ്ങൾ വരില്ല. കാരണം 18-ാം തീയതി നടന്ന ഒരു ഷിഫ്റ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസിലുള്ള മിസ്റ്റേക്കുകളും ഒക്കെ ഇവരുടെയൊക്കെ സ്കോറിനെ കാര്യമായി ബാധിക്കാൻ ഒരു കാരണമായി. അപ്പോൾ നോർമലൈസേഷൻ ഒരു ഫെയർ അല്ലാത്ത രീതിയിലാണ് ആക്ച്വലി ഇപ്രാവശ്യം മെയിൻസ് എക്സാമിന് അത് ബാധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനെ ബാധിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും പറയേണ്ടി വരും. മാത്രമല്ല ക്വസ്റ്റ്യൻസിൽ വരുന്ന എറർ, ക്വസ്റ്റ്യൻസിലുണ്ടാകുന്ന എറർ, ഈ 2 കാര്യങ്ങൾ ഈ സാധാരണയായിട്ട് SSCയുടെ ഒരുപാട് മുമ്പ് നമ്മൾ നോക്കിയാൽ വളരെ കുറച്ച് എറർ മാത്രമേ എക്സാംസിന് ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കിയാൽ ഈ ഒരു പരീക്ഷയ്ക്ക് അത്യാവശ്യം നല്ല നമ്പർ ഓഫ് എറേഴ്സ് ആണ് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ക്യാൻസലേഷൻ കാരണവും ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നമ്പർ ഓഫ് മാർക്കിൽ വരുന്ന ഒരു വ്യത്യാസവും ഇപ്പോൾ കണ്ടുവരുന്നു. ഈ ഫാക്റ്റുകളൊക്കെയാണ് കൂടുതൽ ആൾക്കാരും ഞാൻ കണ്ട ഒരുപാട് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഞാനുമായിട്ട് സംസാരിച്ച ഒരുപാട് പേര് അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ അവരൊരു പ്രോബ്ലമായിട്ട് എൻ്റെ മുമ്പിൽ പറഞ്ഞത്. അതിന് പ്രൂഫ് ഇപ്പോൾ 1-2 കാര്യങ്ങൾ കൂടി നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് നോർമലി ഒരു പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്ത സ്കോർ കിട്ടില്ല, അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, എക്സ്പെക്ട് ചെയ്ത പോസ്റ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് അവരവരുടെ കൺസേൺസ് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ പരീക്ഷയ്ക്കും ഞാൻ അതുപോലെ തന്നെയാണ് കേട്ടത്, അവരുടെ കൺസേൺസ് കേട്ടു. പക്ഷേ ഞാൻ അതിൻ്റെ ചില ഫാക്റ്റുകളിലേക്ക് ചെന്നപ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് ഫാക്റ്റുകൾ അതിനകത്തേക്ക് ഞാൻ മനസ്സിലാക്കി വന്നപ്പോൾ മനസ്സിലായി ഇത് സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അല്ലെങ്കിൽ SSCയെ സംബന്ധിച്ച് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വളരെ ഉത്തരവാദിത്തമില്ലാത്ത ഒരു രീതിയിലാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം വളരെ സിമ്പിളായിട്ടാണ് ഇവർ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാതെ വളരെ സിമ്പിളായിട്ട് കെയർലെസ് ആയിട്ടാണ് ഇവരിങ്ങനെയുള്ള കാര്യങ്ങളെ കാണുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ട കാര്യങ്ങളിൽ എല്ലാവരും പ്രതികരിക്കണം. അപ്പോൾ ഞാൻ പറയാനുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ പലരും പല ചാനലുകളിലോ പല യൂട്യൂബ് ചാനൽസിലോ ഒക്കെ ടയർ 2 എക്സാം എഴുതിയ ആൾക്കാരൊക്കെ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവർ അതിനകത്ത് പറയുന്ന ഒരു 50 മാർക്കോളം 50+ മാർക്സ് അല്ലെങ്കിൽ 50 മാർക്കിൻ്റെ അടുത്ത് വരുന്ന നോർമലൈസേഷൻ ഈ ടയർ 2-ലുണ്ടായിരുന്നു. അത്രയും മാർക്കിൽ ചേഞ്ച് വന്നു. നോർമലൈസേഷൻ മാത്രമായിരിക്കില്ല, അതായത് എക്സാമിൻ്റെ ക്വസ്റ്റ്യനിൽ വന്ന തെറ്റ് കാരണവും കൂടിയായിരിക്കും ഈ 40 മാർക്സ് അല്ലെങ്കിൽ 50 മാർക്സ് ഇൻക്രീസ് ചെയ്തു. ഒരു പക്ഷേ തീർച്ചയായിട്ടും അത് തന്നെയാണ് സാധ്യത. അപ്പം ഞാൻ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കാണുമ്പോഴും പലപ്പോഴും ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. കാരണം അത് പലരും ഫേക്ക് ആയിട്ടുള്ളതാണോ ജെന്യൂൻ ആയിട്ടുള്ളതാണോ എന്നറിയില്ല. പക്ഷേ ഞാൻ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു മാർക്ക് ലിസ്റ്റും അയാളുടെ പോസ്റ്റ് പ്രിഫറൻസും ഒബ്സർവ് ചെയ്തപ്പോൾ അതിനകത്തും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഇതൊരു സ്റ്റുഡൻറ്റിൻ്റെ പോസ്റ്റ് പ്രിഫറൻസിൻ്റെ ഒരു പേജാണ്, അദ്ദേഹം കൊടുത്ത പോസ്റ്റ് പ്രിഫറൻസിൻ്റെ ഒരു പേജാണ് നിങ്ങൾ കാണുന്നത്. അയാൾ എക്സാം ക്വാളിഫൈ ആയ ആളാണ്. എക്സാം ക്വാളിഫൈ ആയി അയാൾക്ക് ഉണ്ടായിരുന്ന റോ സ്കോർ എന്ന് പറയുന്നത് 317 മാർക്കായിരുന്നു. അയാൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത റോ സ്കോർ എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം, ഫൈനൽ റിസൾട്ട് വന്നിട്ടില്ല, ഫൈനൽ മാർക്ക് ലിസ്റ്റ് വന്നിട്ടില്ല, വരുമ്പോഴേ നമുക്ക് ഫൈനൽ സ്കോർ അറിയാൻ പറ്റും. പക്ഷേ റോ സ്കോർ എന്ന് പറയുന്നത് 317 ആയിരുന്നു അയാൾ കാൽക്കുലേറ്റ് ചെയ്ത റോ സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് അദ്ദേഹം പോസ്റ്റ് പ്രിഫറൻസ് കൊടുത്തത്. ഞാൻ അവരുടെ പേരും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് മറച്ചു വെച്ചായിരിക്കുകയാണ്. കാറ്റഗറി OBC കാറ്റഗറി ആയിരുന്നു. അപ്പോൾ 317 മാർക്ക് കിട്ടിയ ആൾ ഇദ്ദേഹം കൊടുത്ത പോസ്റ്റ് പ്രിഫറൻസ് ഞാനിവിടെ ഓർഡറിൽ വെച്ചിരിക്കുകയാണ്. 14 പോസ്റ്റ് പ്രിഫറൻസ്, ഈ ഒരു ഓർഡറിലാണ് അദ്ദേഹം പോസ്റ്റ് പ്രിഫറൻസ് വെച്ചത്. ഇതിൽ 14ാമത്തെ പോസ്റ്റാണ് അയാൾക്ക് കിട്ടിയത്. UDC MSME എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റാണ് അയാൾക്ക് അലോട്ടഡ് ആയത്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. UDC MSMEയുടെ കട്ട് ഓഫ്, അയാൾക്ക് റോ സ്കോർ 317 ആണെന്ന് പറഞ്ഞു. UDC MSME കട്ട് ഓഫ് ഞാനപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പം D06 എന്ന് പറയുന്ന കോഡായിരുന്നു. അതിൽ OBC കാറ്റഗറിയിൽ 342 ആയിരുന്നു അതിൻ്റെ കട്ട് ഓഫ് വന്നത്. അതായത് 317 മാർക്ക് മേടിച്ച അയാൾക്ക് നോർമലൈസ് ചെയ്തതും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിലുള്ള എറർ പരിഹരിച്ചത് അല്ലെങ്കിൽ എറർ ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്യും മൂലം അയാളുടെ സ്കോറിൽ വന്ന ചേഞ്ച് അപ്രോക്സിമേറ്റ് 342 മുകളിലുള്ള സ്കോറാണ്, അല്ലെങ്കിൽ 342+ സ്കോർ വന്നു. അപ്പം അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു 25ഓളം മാർക്ക്, 25+ മാർക്സ് അയാൾക്ക് നോർമലൈസേഷൻ വഴി ഇവിടെ കിട്ടുകയുണ്ടായി. 25+ മാർക്സ് കിട്ടുകയുണ്ടായി. പക്ഷേ ഇതൊന്നുമല്ല പ്രശ്നം. അതായത് 342 എന്ന് പറയുന്ന D06 എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് അയാൾ
പ്രിഫറൻസ് കൊടുത്തപ്പം ഇതിന് മുകളിലുള്ള ചില പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും 10ാമത്തെയും 11ാമത്തെയും പ്രിഫറൻസ് പോസ്റ്റുകൾ നമ്മൾ നോക്കിയാൽ ആ പോസ്റ്റുകൾക്ക് ടാക്സ് അസിസ്റ്റൻറ്റിൻ്റെയൊക്കെ പോസ്റ്റ് പ്രിഫറൻസ് നമ്മൾ നോക്കിയാൽ അതിൻ്റെ കട്ട് ഓഫ് ആക്ച്വലി ഈ പറഞ്ഞതിനേക്കാളും കുറവായിരുന്നു. 342 താഴെയുള്ള കട്ട് ഓഫ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ പോസ്റ്റുകൾ അലോട്ട് ചെയ്യാതെ എന്തുകൊണ്ടാണ് ഇതിന് താഴത്തെ പ്രിഫറൻസിലുള്ള ഒരു പോസ്റ്റ് അലോട്ട് ചെയ്തതെന്ന് എനിക്ക് വീണ്ടും സംശയം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അയാൾ എന്നോട് ഇങ്ങനൊരു കാര്യം ഷെയർ ചെയ്തപ്പം അത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. എന്തുകൊണ്ടാണ് ഇത് ഒരിക്കലും പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് നമുക്ക് അലോട്ട് ചെയ്യാനാണല്ലോ. അപ്പം ലോവർ കട്ട് ഓഫ് വന്ന പോസ്റ്റിലേക്ക് അലോട്ട് ചെയ്യാതെ ഹയർ കട്ട് ഓഫ് 342 കട്ട് ഓഫ് വന്ന പോസ്റ്റിലാണ് OBC കാറ്റഗറിയിൽ അദ്ദേഹത്തിന് അലോട്ടഡ് ആയത്. അതേസമയം D15ഉം D16ഉം ആണ് ഞാൻ പറഞ്ഞത് 11ാമത്തെയും 12ാമത്തെയും പോസ്റ്റ് പ്രിഫറൻസ്. D15 OBC കാറ്റഗറി 339 ഉള്ളൂ അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാളും മുകളിൽ സ്കോർ ഉണ്ടായതുകൊണ്ടാണല്ലോ D06 എന്ന് പറയുന്ന പോസ്റ്റിൽ അലോട്ട് ചെയ്തത്. അതുപോലെ തന്നെ D16 എന്ന് പറയുന്നത് OBC കാറ്റഗറി 338 മാർക്ക് കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ആ 2 സ്കോറിനേക്കാളും മുകളിൽ മാർക്ക് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അലോട്ട് ചെയ്യാത്തത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് ആൻസർ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു ലോജിക്ക് പോസ്റ്റ് പ്രിഫറൻസ് വർക്ക് ചെയ്യുന്നത് തന്നെ അതിനാണല്ലോ. ഹയർ പ്രിഫറൻസ് ഉള്ള പോസ്റ്റുകളാണല്ലോ ആദ്യം അലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൂട്ടം പ്രശ്നങ്ങൾ, ഇത് പോസ്റ്റ് പ്രിഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പ്രശ്നമാണ്. ഇനി മാർക്കുകളുമായിട്ട് ബന്ധപ്പെട്ടും കുറേ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരുടെയും ഓരോ കേസ് എടുത്ത് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാനായിട്ടുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് മുതിരാത്തത്. അപ്പോൾ ഒരുപാട് കൺസേൺസ് ഉണ്ട്. ഇപ്പോൾ 317 മാർക്ക് കിട്ടി CGL എക്സാം ക്ലിയർ ചെയ്തതിൻ്റെ കൂടെ തന്നെ 320+ മാർക്കുള്ള ആൾക്കാർക്ക് പലർക്കും അവർ ലിസ്റ്റിൽ പോലും ഇല്ല. അത് റോ മാർക്സിൻ്റെ കാര്യമാണ് ഞാൻ തീർച്ചയായിട്ടും പറയുന്നത്. അവിടെയും കൺസേൺ ഉണ്ട്. റോ മാർക്കിൻ്റെ കാര്യമാണ് ഞാൻ 320+ എന്ന് പറയുന്നത്. 320-ൽ കൂടുതൽ മാർക്ക് മേടിച്ചിട്ട് അവർ ലിസ്റ്റിലില്ല. ഫൈനൽ എക്സാമിൻ്റെ ലിസ്റ്റിൽ അവർ വന്നിട്ടില്ല. ഇത് തീർച്ചയായിട്ടും ഒരിക്കലും അഡ്രസ്സ് ചെയ്യാതെ പോയാൽ ഇതിനിയും റിപ്പീറ്റ് ചെയ്യുകയും ഒരുപാട് ഡിസേർവിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അവരുടെ അവസരം ഫെയർ അല്ലാത്തൊരു പ്രാക്ടീസ് കൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എക്സാമിന് ഇത്രയും ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആയെന്ന് തീർച്ചയായിട്ടും ഒരു സ്റ്റുഡൻറ്റ് അറിയേണ്ട ആവശ്യമില്ല. സ്റ്റുഡൻറ്റ് ഒരിക്കലും റെസ്പോൺസിബിൾ അല്ല. അവർ വളരെ സീരിയസ് ആയിട്ട് സിവിൽ സർവീസ് പരീക്ഷകൾക്ക് പഠിക്കുന്ന അതേ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന പരീക്ഷയെ സംബന്ധിച്ച് അതിൽ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ SSC ഉണ്ടാക്കിയ ഒരു മിസ്റ്റേക്ക് കാരണം അവർ സഫർ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ ആണെങ്കിൽ നമുക്ക് അത്രയും ഒരു എറർ ഒരിക്കലെങ്കിലും നമുക്കത് കേൾക്കാൻ പറ്റും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത്രയും വലിയ ബിഗ് മിസ്റ്റേക്ക് അവരുടെ ലൈഫുകളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവരുടെ പ്രതീക്ഷകളൊക്കെ മൊത്തത്തിൽ താറുമാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിഷമത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ SSCയെ സംബന്ധിച്ച് ഇത് ഒരു സ്കാം ആണോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം. ഇത്തരം ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം കൃത്യമായിട്ട് കിട്ടണം എന്നുള്ളത് തന്നെയാണ് കാര്യം. ഇതിന് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് തീർച്ചയായിട്ടും SSCക്ക് കൃത്യമായിട്ട് എല്ലാവരും മെയിൽ ചെയ്യുക. നമുക്കിത് ഒരു പ്രൊട്ടസ്റ്റ് എന്ന രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാം. പക്ഷേ അത് അതിൻ്റേതായ രീതിയിൽ മാത്രമേ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എല്ലാവരും SSCക്ക് നിങ്ങളുടെ കൺസേൺ ഒന്ന് അഡ്രസ്സ് ചെയ്യുക. മാത്രമല്ല ഒരു റെഗുലർ പ്രൊട്ടസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്? നമ്മളെല്ലാവരും ഗ്രൂപ്പായിട്ട് നിന്ന് ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്ന ആൾക്കാരെല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് ചേർന്ന് നിങ്ങളുടെ പ്രോബ്ലംസ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ താഴെ ഞാനൊരു ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ പ്രോബ്ലംസ് ഉള്ള ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാർ മാത്രം ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്ത CGL 2022 എക്സാമുമായിട്ട് 2024 പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കൺസേൺസ് മനസ്സിലാക്കാനും നിങ്ങളുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനും റിയൽ കൺസേൺ ആണെങ്കിൽ അതിന് അടുത്ത ഫോർവേഡ് സ്റ്റെപ്പുകൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഈ സമയത്തിന് ഇടയിൽ തന്നെ ഈ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ കേസുമായിട്ട് പോവുക, ഹൈക്കോടതിയിൽ കേസായിട്ട് പോകണം, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ പൈസ കളക്ഷൻ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിഷയമായിട്ട് പലയിടത്തും വരുന്നുണ്ട്. പലയിടത്തും അങ്ങനെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, നിങ്ങൾക്കിത് റിയൽ കൺസേൺ ആയിട്ട് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ഫേസ് ചെയ്ത പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നു ഇഷ്യൂ, ഇതുപോലെ ഓരോന്നും സബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാനുണ്ടല്ലോ. ആ ഇഷ്യൂസ് ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഒരു വ്യാപ്തി, എത്രമാത്രം ആളുകൾക്ക് ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് റിയൽ ഇഷ്യൂസ്. അങ്ങനെ ഇഷ്യൂസ് റിയൽ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടേണ്ട, നിങ്ങൾക്ക് നീതി കിട്ടേണ്ട ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് കോർട്ടിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് മുമ്പ് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കതൊന്നും പറയാനായിട്ടില്ല. കാരണം ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ ഫൈനൽ നമ്മുടെ ആൻസർ ഷീറ്റ് വന്നിട്ടില്ല. അത് വന്നതിന് ശേഷം മാത്രമേ ഫൈനലായിട്ടൊരു കാര്യം പറയാൻ പറ്റൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടിടത്തോളം കാലം ഇതിൽ കുറേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ വളരെ ക്ലിയർ അല്ലാതെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അതിനെതിരെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ ഗ്രൂപ്പിൽ, ആ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ജോയിൻ ചെയ്ത് നിങ്ങളുടെ കൺസേൺസ് പറയുക. ഇനി കൺസേൺസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി വളരെ സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ ആണെന്ന് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോർട്ടിൽ മൂവ് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും ദിശ അക്കാഡമിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അങ്ങനെ അല്ലെങ്കിൽ പേഴ്സണലി ആണെങ്കിൽ പോലും എൻ്റെ ഭാഗത്തു നിന്ന് അതിന് വേണ്ട എല്ലാ സപ്പോർട്ട്സും ഉണ്ടാവും. ഇതൊരു ജെനുവിൻ കേസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ട എക്സ്പെൻസുകളെല്ലാം ബെയർ ചെയ്യാൻ നമ്മൾ റെഡിയാണ്. കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എക്സ്പെൻസുകൾ ബെയർ ചെയ്യാനും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഏറ്റവും ക്ലിയർ ആയിട്ട് ഇതൊരു റിയൽ ഇഷ്യൂ ആണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ മനസ്സിലാകുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് മുമ്പോട്ട് കൊണ്ടുവരും. ഇത് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് കുറേ ആൾക്കാർക്ക് എക്സാം ക്ലിയർ ചെയ്തു, അവർക്കും കൺസേൺ ഉണ്ട്, അയ്യോ ഇനി ഈ എക്സാം ക്യാൻസൽ ആകുമോ, അല്ലെങ്കിൽ ഇതിനെന്ത് പ്രശ്നം വരും, എന്തിനാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, ഇത് ഒരു റിയൽ പ്രശ്നമാണെങ്കിൽ മാത്രം ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. റിയൽ പ്രശ്നമാണെന്നാണ് ഇതുവരെ മനസ്സിലാക്കുന്നത്. അല്ല എങ്കിൽ ജെനുവിൻ അല്ലാത്തൊരു കാര്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ പോയിട്ട് കാര്യമില്ല. ഇതിൻ്റെ റിയൽ ഫാക്റ്റുകൾ മനസ്സിലാക്കാൻ ഇനി കുറച്ച് ദിവസം കൂടി നമുക്ക് എടുക്കും. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവർ ഫൈനൽ ആൻസർ കീ അവർ പബ്ലിഷ് ചെയ്യണം, എന്നാൽ മാത്രമേ നടക്കൂ. ഇത് SSC മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. കാരണം CGL ടയർ 2 പരീക്ഷ ഒരൊറ്റ ദിവസം കൊണ്ട് വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് അടുത്തടുത്തുള്ള ലൊക്കേഷനിൽ കൊടുക്കാൻ എന്ന പേരിലാണ് 2 ദിവസം അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാതെ കൊടുക്കാനെന്ന രീതിയിലാണ് പിന്നീടും 2 ദിവസമായിട്ട് അലോട്ട് ചെയ്തത്. എന്നിട്ടും പലർക്കും വളരെ ദൂരെയൊക്കെയാണ് എക്സാം സെൻറ്റേഴ്സ് അലോട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും എക്സാം സെൻറ്റേഴ്സ് ഒരു ദിവസം തന്നെ ടയർ 2 എക്സാം നടത്തണം എന്ന് തന്നെയാണ് SSCയോട് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും സീരിയസ് ആയിട്ടുള്ള പരീക്ഷ നോർമലൈസേഷൻ ഫെയർ അല്ലാതെ വർക്ക് ചെയ്യുകയും എറേഴ്സ് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ വരികയും ചെയ്യുകയാണെങ്കിൽ അത്രയും പ്രശ്നങ്ങൾ പോലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് പരീക്ഷ നടക്കുക, പ്രത്യേകിച്ചും ടയർ 2ൻ്റെ പരീക്ഷകൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു സീരിയസ്നെസ്സും കാര്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ കണ്ടിട്ട് പലപ്പോഴും ചിലരെങ്കിലും ഈ SSC പരീക്ഷകൾ SSC ഇങ്ങനെയാണ്, SSC അങ്ങനെയാണ് എന്ന് കരുതി നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഇതിനകത്തുണ്ടാവും. പക്ഷേ ഒരിക്കലും അങ്ങനെ ഒരു തരത്തിൽ ചിന്തിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. SSCയിൽ എന്തെങ്കിലും ഫോൾട്ടുകൾ, എവിടെയും പ്രശ്നങ്ങളുണ്ടാവാം. ഒരു കാര്യവും കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. SSCയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രശ്നം ചൂണ്ടിക്കാണിക്കുകയും അതിനകത്ത് സൊല്യൂഷൻ ഉള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുകയും നമ്മൾ നമ്മുടെ ലൈഫിൽ ബെറ്റർ ആവാൻ വേണ്ടിയുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ SSC ഇങ്ങനെയാണ്, SSCയിൽ അങ്ങനെയാണ് എന്നൊരു ചിന്ത ഉണ്ടാക്കാനല്ല. തീർച്ചയായിട്ടും അങ്ങനെ പലരും സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യുകയും മുന്നോട്ട് പോവുകയും ചെയ്യാനാണുള്ളത്. മാത്രമല്ല നിങ്ങളോടെല്ലാവരും പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഈ പ്രശ്നം കിട്ടിയില്ല, ജസ്റ്റ് മിസ്സായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരോട് പറയാനുള്ളത് ഇനിയുള്ളൊരു 3 അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ CGL അടുത്ത വർഷത്തെ 2025 CGL കൊണ്ടുവരുന്നു. അപ്പോൾ ആ പരീക്ഷ നിങ്ങൾ എങ്ങനെ നേടിയെടുക്കുമെന്ന് തീർച്ചയായിട്ടും ചിന്തിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, ഇതിനകത്ത് നിങ്ങളുടെ ഒരു എഫേർട്ട് പ്രൈം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ടൈം എന്ന് പറയുന്നത് രണ്ടാമത്തൊരു പാർട്ടാണെന്ന് പറയാറുണ്ട്. ടൈം, കാരണം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പല എറേഴ്സ്, പല സ്കാം വിഷയം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പഠിച്ച ഈ വർഷമായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്തത്. അങ്ങനെ ആണെങ്കിൽ അത് സമയവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതിനുള്ള ടൈം ആയിട്ടില്ല. ആ ടൈം ആവുന്നത് വരെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ പ്രോബ്ലം സോൾവ് ആവുന്നത് വരെ വർക്ക് ചെയ്ത് വരും. പക്ഷേ ഇത് സമയമാണ്. ഈ സമയത്ത് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ഇതിനെ വെറുതെ വിടാൻ പറ്റില്ല. നമ്മൾ അതിനെതിരെ തീർച്ചയായിട്ടും പ്രതികരിക്കണം. അതുകൊണ്ട് അതിന് ഒരു ഇനിഷ്യേറ്റീവായിട്ട് തന്നെ കാണുക. നമുക്ക് പല ക്യാമ്പയിൻസും മുന്നോട്ട് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതിനെല്ലാം ഇതെന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാനും ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനും താല്പര്യമുള്ളവർ, നിങ്ങൾ റിയൽ കൺസേൺസ് ഉള്ളവർ, SSC CGL ടയർ 2 പരീക്ഷ എഴുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടേതായ പ്രോബ്ലംസ് നിങ്ങൾ ആ ഗ്രൂപ്പിൽ പറയുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. കുറേ ആൾക്കാർക്കെങ്കിലും യൂസ്ഫുൾ ആവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും മറ്റാൾക്കാർക്കും ഒക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.